നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്കൊരു കുയിൽമീനെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട, ഇതാണ് കുയിൽമീൻ എന്ന് പറയുന്നത്. അസാമാന്യ ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോ കിടപ്പുണ്ട്. ഏതാണ്ട് ഇവനൊരു 10 കിലോ തൂക്കമുണ്ട്. ഈ സംഭവം നമ്മൾ ഗ്രില്ല് ചെയ്യാനാണ് പോണത്. നമുക്ക് ഈ സംഭവം അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ചെതമ്പലുണ്ടാവും, ഭയങ്കര വലിയ ചെതമ്പലാണ്. ഇത് കണ്ടോ, ഇത്രയും വലിയ ചെതമ്പലാണ്. സാധാരണ ഇതിൻ്റെ ചെതമ്പൽ ഇങ്ങനെ കുത്തിക്കളയുന്നതാണ്, കത്തേക്ക് എടുത്ത് ഇങ്ങനെ കുത്തി കളയുന്നതാണ് ചെയ്യാറ്. നമുക്ക് ഒന്ന് ചെത്തി നോക്കാം, ചെത്തിയാൽ കിട്ടുമോയെന്ന് അറിയത്തില്ല. അങ്ങോട്ട് ചെത്തി അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. ഇത് നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ചിറക് അങ്ങോട്ട് മുറിക്കുക. ഞാനിത് ചെത്തിയാൽ ശരിയാകുമെന്ന് വിചാരിച്ചതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സൂപ്പറായിട്ട് തന്നെ ചെത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഈ സംഭവം ഇതിൻ്റെ ഉള്ളൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ പൂവൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റാം. കൈ കൊണ്ട് തന്നെ പറിച്ച പോരുന്നൊരു സംഭവമാണ് ശരിക്കും. നമ്മുടെ മീനിന് ഇത്ര വലിപ്പമുള്ളത് കൊണ്ട് ഈ സംഭവം 2 പീസാക്കിയിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ അങ്ങോട്ട് പൊളന്നിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ആദ്യം ഇവനെ അങ്ങോട്ട് മുറിക്കാം. അങ്ങോട്ട് നിറച്ച് നെയ്യാണ് ഈ സംഭവം. ഇതിൻ്റെ അകത്തിരുന്ന് വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സംഭവം നമുക്ക് നന്നായിട്ട് അവിടെ കഴുകിയെടുക്കണം. ഇനി നമുക്ക് ഈ സംഭവം അങ്ങോട്ട് 2 പീസാക്കാം. അങ്ങോട്ട് നെടുക അങ്ങോട്ട് പിളർക്കാം. അങ്ങോട്ട് നല്ല സൂപ്പർ ഇറച്ചിയുണ്ടോ, നല്ല വൈറ്റ് ഇറച്ചിയാണ്. സംഭവം നമ്മൾ 2 പീസാക്കി അവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ സാധനമാണത്. ഓക്കെ, ഇനി ഈ സംഭവം നമുക്ക് അങ്ങോട്ട് കഴുകിയിട്ട് മാരിനേറ്റ് ചെയ്യാം. സംഭവം നമ്മളൊരു 4-5 വട്ടം കഴുകിയതാണ് കേട്ടോ. എന്നാലും നല്ല വൃത്തിയുള്ള മീനാണെന്നുള്ളതാണ്. ഇരിക്കട്ടെ, മതിയാണ്. നമ്മൾ മീനിന് വേണ്ട മസാല ഒന്ന് റെഡിയാക്കാൻ പോണേണ്. ഇതിലേക്ക് നമ്മളൊരു ചെറിയുള്ളി ഉണ്ട്, ഇതൊരു 1/2 കിലോ ഉള്ളിയുണ്ട്. ഈ സംഭവം അങ്ങോട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്.
ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേണ്ട. പച്ചമുളക്, ഇനി സംഭവം ചെറുതായിട്ടൊന്ന് മിക്സി ഒന്ന് ഓടിച്ചൊന്ന് ഒതുക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരല്പം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇനി ഒന്നും കൂടി അരച്ചെടുക്കാം. നമ്മളുടെ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമ്മൾ അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ ഒരല്പം കളറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി നല്ലതാണ്. കാശ്മീരി ചില്ലി ആവശ്യത്തിനോട് ഇട്ട് കൊടുക്കുക. നമ്മളുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 2 മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. മുട്ടയുടെ വെള്ള മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. വേണ്ട, 2 നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു നാരങ്ങ കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കണം. ഇനി ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പും കൂടി ഇടണം. നമ്മൾ ഈ മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റണം. എന്താ മീനൊക്കെ കഴുകിയൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഓരോ ലൈൻ ഇട്ട് കൊടുക്കണം. ഓരോ ലൈൻ അങ്ങോട്ട് ഇടണേണ്. നല്ല കിട്ടക്ക മീനുണ്ടോ, നല്ല ദശയൊക്കെ ഉണ്ട്. ഇതേണ്ട, നല്ല സൂപ്പറായിട്ട് ലൈൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലും ലൈൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളുടെ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേണ്ട. ഞാൻ ഈ മീനൊന്ന് നോക്കിയിട്ട് ഇടാമെന്ന് കരുതിയിട്ടായിരുന്നു. അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരല്പം ഉപ്പ് മുന്നിൽ വയ്ക്കണം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാൻ പോണേണ്. ഈ ഓരോ ഗ്യാപ്പിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മളവിടെ തേച്ച് പിടിപ്പിക്കണേ. ഈ ഗ്യാപ്പിലൊക്കെയാണ് മസാല ഇറങ്ങേണ്ട ശരിക്കും. ഗ്രില്ല് ചെയ്യാനുള്ളൊരു ഗ്രില്ലൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കർപ്പൂരം ഇട്ട് കൊടുക്കണേണ്ട. കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ തീ പിടിക്കും.
നമ്മളെ കരി കത്തി നല്ല സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രില്ല് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ പോണെയാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് മീൻ വെച്ച് കൊടുക്കാൻ പോണേ. നമ്മൾ ആ മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കണേണ്ട. മീൻ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടാ. 2 ഗ്രില്ലാണ് നമ്മൾ വെച്ചേക്കണത്. മീൻ നല്ല സെറ്റായി വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതിയാണ് കത്തിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. ഞങ്ങൾ കളിച്ചു വളർന്നത് ഇവിടെയായിരുന്നു, ഈ പാടത്തേക്കാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഈ പാടത്തേക്കാണ് വരുന്നത്. ഇവിടെ കിടന്നുള്ള അങ്കവും അങ്കം വട്ടൊക്കെ ആയിരുന്നു. ഇപ്പം ഇതൊക്കെ തരിശായിട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മരം കണ്ട, ഇതാണ് നമ്മളുടെ ഒതള മരം. ഈ ഒതളങ്ങ കഴിച്ചാണ് പണ്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്യണത്. ഇതൊക്കെ ഈ ഭാഗത്ത് ഒരുപാടുണ്ട്. സംഭവം നല്ല റെഡി ആയിട്ടുണ്ട്. ഗ്രില്ലിഡ് കുയിൽ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം ഞങ്ങളിവിടെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ പോകണാണ്. നമ്മുടെ ആൾഡ്രിനാണ് നമ്മളുടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊന്ന് കഴിക്കാൻ പോകണാണ്. കഴിച്ചാൽ നമുക്കൊന്ന് നല്ല സെറ്റാണ്. സംഗതിയെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. ഇതിൻ്റെ മാംസം വളരെ സോഫ്റ്റാണ്. ചെറിയ മുള്ളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. രസമായിട്ടുണ്ട് സംഭവം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ കുയിൽ മീനെ പറ്റി ഭയങ്കര വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഗംഭീര സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പല വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ കുയിലിനെ അന്വേഷിച്ച് നടന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുട്ടനാട് പോകുമ്പോൾ അവിടെ നിന്ന് ചൂണ്ടിയിട്ടാണ് ഈ സംഭവം പിടിച്ചത്. വളരെ സോഫ്റ്റായൊരു മീനാണ്. ഇത് കണ്ടോ എത്ര സോഫ്റ്റാണെന്ന് നോക്കിയേ. അടിപൊളിയായിട്ടുണ്ട് സംഭവം. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഈ കുയിൽ മീൻ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു മീൻ തന്നെയാണ് കേട്ടോ. ഗംഭീര മീൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മീനെ കിട്ടുകയാണെങ്കിൽ വിടരുത്. സാധനം മേടിക്കുക, ഗ്രില്ല് ചെയ്യുക. അപ്പോൾ കറി വെക്കുന്നതിനെക്കാട്ടിയും രസം ഗ്രില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രില്ല് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ പിള്ളേരേക്കും ഫാമിലിയൊക്കെ ആയിട്ടൊരു പെടപടക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഗംഭീര വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.